സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ 2-3 കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനും 2 വീഡിയോസ് നിങ്ങളെ കാണിക്കാനുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്നത്. തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായി കാണും. അതിൽ സുരേഷ് ഗോപി നമ്മുടെ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ അല്ലെങ്കിൽ കെ.ബി. ഗണേഷ് കുമാറിനെ അധിക്ഷേപിച്ചുകൊണ്ട് അല്ലെങ്കിൽ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ അടുത്ത് മറ്റേ മോനെ എന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം കലിംഗ സംവാദം എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ഇടയ്ക്ക് വലിയ പ്രഹസനങ്ങളുമൊക്കെ ആയിട്ട് ഈ പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഓടി നടന്നൊരു ദേശാടന പക്ഷിയെ പോലെ പല പരിപാടികൾ കാണിച്ചതും അപ്പൊ അവിടെ നടന്ന തൊട്ടുകൂടായ്മയും തീണ്ടലുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതെല്ലാം നമ്മൾ വീഡിയോ ചെയ്താണ്, നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്താണ്, എല്ലാ ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ സുരേഷ് ഗോപി സാറ് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആൾ ഒരു രാജാവാണ്, ഒരു തമ്പ്രാനാണ്, ഒരു രായാവാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ എല്ലാ കലിംഗ സംവാദ പരിപാടികളിലും പോകുമ്പോൾ ആലപ്പുഴയിൽ പോകുമ്പോൾ ആലപ്പുഴയിൽ ചെന്നിട്ട് അവരോട് പറയും, എയിംസ് ഞാൻ ആലപ്പുഴയിൽ കൊണ്ടുവരും, എൻ്റെ ലക്ഷ്യം എയിംസ് ആണ്. ആ എയിംസ് ആലപ്പുഴയിൽ ഞാൻ കൊണ്ടുവന്നിട്ടേ അടങ്ങുള്ളൂ. മറ്റുള്ള എം പിമാരെ പോലെ അല്ല ഞാൻ. ആ എയിംസിന് വേണ്ടിയിട്ട് അഹോരാത്രം പണിയെടുക്കുന്നവനാണ് ഞാൻ. എന്നിട്ട് നേരെ തൃശ്ശൂർ പോകുമ്പോൾ എയിംസ് തൃശ്ശൂരിനുള്ളതാണ്, തൃശ്ശൂർ ഞാൻ എയിംസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരും. കേരളത്തിൽ എത്ര എയിംസ് ആണ് കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ എയിംസേ കൊണ്ടുവരുള്ളൂ. എന്നാൽ ആലപ്പുഴ പോകുമ്പോൾ ആലപ്പുഴയ്ക്ക് എയിംസ്, തൃശ്ശൂർ പോകുമ്പോൾ തൃശ്ശൂർ എയിംസ്, പോണ്ടിച്ചേരി പോയാലോ അവിടെയും എയിംസ്. അപ്പൊ എവിടെ പോയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ഞാൻ വലിയ രാജാവാണ്, ഞാൻ എല്ലാം എന്തോ വലിയ മറ്റേതൊക്കെ ചെയ്യും, ഞാൻ വലിയ മറിക്കും, ഞാൻ സുരേഷ് ഗോപി അല്ല ഞാൻ നരേന്ദ്രമോദിജിയോട് പറഞ്ഞിട്ടുണ്ട്, സുരേഷ് ഗോപിയായി എനിക്ക് എല്ലാ അധികാരവും തരണം, ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരാണ് പ്രശ്നം, ഇവിടുത്തെ വലതുപക്ഷമാണ് പ്രശ്നം, ഇവിടെ BJP വേണം, ഇവിടെ നരേന്ദ്രമോദിജിയുടെ കരങ്ങൾ എത്തണം, എങ്കിലേ ഇവിടെ ശക്തി പകരാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ എങ്കിലേ ഇവിടെ ശക്തി ഉണ്ടാവുകയുള്ളൂ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പണിയെടുക്കും, ഞാൻ എൻ്റെ നരേന്ദ്രമോദിജിയുടെ വലം കൈയായും ഇടം കൈയായും തുടിക്കുന്ന ഒരു ഹൃദയമായും ഒക്കെ കേരളത്തിൽ വലിയ വികസനങ്ങൾ കൊണ്ടുവരുമെന്ന്. നമുക്കറിയാം ഈ ഒരു എയിംസിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ഏകദേശം ഇപ്പോൾ 2-3-4 മാസങ്ങൾ, ഏകദേശം 1 വർഷത്തിന് മുകളിലായെന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അല്ല എനിക്ക് തോന്നുന്നത്. പറഞ്ഞു തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി, ഇപ്പോൾ 2-3 മാസങ്ങളായിട്ട് ഇപ്പം മിണ്ടുന്നില്ല. അപ്പൊ ഇതൊരു 5 വർഷം ഇലക്ഷൻ വരുന്നത് വരെ ഇങ്ങനെ തള്ളിക്കൊണ്ടു പോകും. എവിടെ കലിംഗ സംവാദം കൂടിയാലും അവിടെ എല്ലാം പിണറായി വിജയൻ സഖാവിന്റെയും കമ്മ്യൂണിസത്തിന്റെയും അതേപോലെ തന്നെ UDFന്റെയും ഒക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി പല പ്രസ്താവനകളും നടത്തുന്നു. അതിൽ പലതും വിവാദപരമായതും തൊട്ടുകൂടായ്മയും തീണ്ടുകൂടായ്മയും അല്ലെ തീണ്ടലും ഒക്കെ നമ്മൾ കാണാനിടയുണ്ടായതുമാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പൊ അങ്ങനെ സുരേഷ് ഗോപിയെ പറ്റി കെ.ബി. ഗണേഷ് കുമാർ പറയുന്ന കിഡിലെ ഒരു മറുപടിയാണ് ഇപ്പോൾ വൈറലായത്. അപ്പൊ ആ ഒരു കെ.ബി. ഗണേഷ് കുമാറിന്റെ ആ ഒരു കാര്യങ്ങൾ പറയുന്നതിന് അല്ലെ ആ ഒരു അവതരണത്തിന് മറുപടിയുമായിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ സുരേഷ് ഗോപി ഇപ്പൊ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. മറ്റേ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് കെ.ബി. ഗണേഷ് കുമാറിനെ ആക്ഷേപിച്ചുകൊണ്ടും അധിക്ഷേപിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും കെ.ബി. ഗണേഷ് കുമാർ എന്താണ് ഈ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെന്ന് കാണിച്ചു തരാം. 2 ദിവസങ്ങൾക്ക് മുൻപ് വന്നിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇറങ്ങിയിട്ടുണ്ട്. ഇനി എയിംസ് വരും, അത് തൃശ്ശൂരിൽ വരുമോ ആലപ്പുഴയിൽ വരുമോ? കാരണം തൃശ്ശൂരാണെങ്കിലും MP പറയുന്നത് അമ്മയുടെ വീട് ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴയിൽ മതി. തെങ്കാശിയിലായാലും മതി എന്നായി അവസാനം തെങ്കാശിയിലേക്ക് പോയി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒളിമ്പിക്സ് വരുന്നുണ്ട് കേട്ടോ, വലിയ പ്രശ്നമില്ല. ഇന്ത്യയിലല്ല, തൃശ്ശൂര്, കേരളത്തിൽ ഒളിമ്പിക്സ് വരുന്നുണ്ടെന്നാ പറയുന്നത്. ഒളിമ്പിക്സേ ഏഷ്യാഡൊന്നും അല്ല, ഇവിടത്തേക്ക് അങ്ങ് പോയി ഒളിമ്പിക്സ്. എന്തൊക്കെ കേൾക്കണം നമ്മളിപ്പോ. എന്ത് ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോ പറയും വാഗ്ദാനം കൊടുക്കുക, പ്രകടന പത്രിക. പണ്ട് പ്രകടന പത്രിക ഒരു തമാശയായിരുന്നു. 1ാം പിണറായി സർക്കാരിന്റെയും 2ാം പിണറായി സർക്കാരിന്റെയും പ്രകടന പത്രിക മാത്രമാണ് ഇന്ത്യ മഹാരാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഇറക്കിയ പുസ്തകത്തിൽ 99%, 100% കാര്യങ്ങളും സാധിച്ചത് ഈ 2 പ്രകടന പത്രിക എടുത്ത് പരിശോധിക്കാം. 1ാം പിണറായി സർക്കാരിനെ വരുന്നതിന് മുമ്പ് ഇറക്കിയ പ്രകടന പത്രിക, 2ാം പിണറായി സർക്കാരിന് ഇടയ്ക്കിയ പ്രകടന പത്രിക, ഇപ്പൊ നിലവിലുള്ളത്, അതിൽ 98% കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ചെയ്ത 2 പ്രകടന പത്രികയെ നമ്മളെ ഇന്ത്യ മഹാരാജ്യത്തെ ജനാധിപത്യത്തിൽ കണ്ടിട്ടുള്ളൂ. അതിനുമുമ്പ് ഈ പ്രകടന പത്രിക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കോമഡി ഇല്ലേ നമ്മളെ സംബന്ധിച്ച്. ഇലക്ഷൻ വന്നാൽ പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകാത്ത കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ പുളുവടിച്ചിട്ടുണ്ട് എന്നുള്ള കളിയാക്കി ആളുകൾ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് മാറിയിരിക്കുന്നത്. കണ്ടില്ലേ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇനി കെ.ബി. ഗണേഷ് കുമാർ കൊടുക്കുന്ന മറുപടി, അതായത് വെറും പ്രഹസനം മാത്രമാണ്, അല്ലെ പ്രകടനം മാത്രമാണ് സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 99% അല്ലെങ്കിൽ 98% ഈ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സാധിച്ച അല്ലെങ്കിൽ അത് സാധ്യമാക്കിയ ഒരു സർക്കാരാണ് നിലകൊള്ളുന്നത്. അങ്ങനെ ഇന്ത്യൻ മഹാരാജ്യത്ത് ആകെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ള ഒരു സർക്കാർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ സർക്കാരാണ്, അല്ലെ പിണറായി വിജയൻ സഖാവിന്റെ ടീംസ് ആണെന്ന് പറയാൻ പറ്റുമെന്നാണ് കെ.ബി. ഗണേഷ് കുമാർ പറയുന്നത്.
അതൊക്കെ ശരിയായിരിക്കാം. പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സഖാവ് തന്നെയാണ് പിണറായി വിജയൻ സഖാവെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളൊരു കാര്യത്തിൽ യാതൊരു തർക്കവും ആർക്കുമില്ല. എന്നാൽ ഒരു സൈഡിൽ നല്ല രീതിയിൽ കൊള്ളരുതായ്മകളുണ്ട്. അത് ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷേ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മുടെ പിണറായി വിജയൻ സഖാവും അതേപോലെ തന്നെ സഖാവിൻ്റെ കൂട്ടാളികളും ചെയ്യുന്നില്ല. എന്നാൽ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ പോയി തലയിടുന്നുമുണ്ട്. അതെന്തായാലും മാറിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ തലത്തിലും ഓക്കെയാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തവണ കുറച്ച് ചാണകസംഖ്യകളെ വിജയിപ്പിച്ചു വിടാൻ ശ്രമിച്ചതും UDFനെ വിജയിപ്പിക്കാൻ ശ്രമിച്ചതും. എന്തായാലും ചാണകസംഖ്യകൾ വിജയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവാൻ പോവുക എന്നുള്ളത് അറിയാമായിരുന്നിട്ട് കൂടിയും ചാണകങ്ങൾക്ക് വേണ്ടിയിട്ട് വോട്ട് കുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്മ്യൂണിസത്തിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ഇപ്പോൾ ഇരിക്കുന്ന ആളുകളുടെ ഒരു താല്പര്യങ്ങൾക്കോടും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളോടുമൊക്കെ ജനങ്ങൾക്ക് വിമുഖത തോന്നി തുടങ്ങിയിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം. സത്യം അത് തന്നെയാണ്. അപ്പം അങ്ങനെ ഈ ഒരു രീതിയിൽ KB ഗണേഷ് കുമാർ പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ കുരുപൊട്ടിയ നമ്മുടെ രാജാവ് ഉന്നതകുല ജാതൻ, ഞാൻ ഉന്നതകുല ജാതനാണ്, ഞാനുണ്ടെങ്കിൽ ഇവിടെ ഈ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ. നരേന്ദ്രമോദിജിയോട് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എന്നെപ്പോലെ വലിയ പണമുള്ള വലിയ പദവിയുള്ള വലിയ ഉന്നതകുലയെ അവിടെ സ്ഥാപിക്കണമെന്ന്. പക്ഷെ അത് കേട്ടില്ല. ഞാൻ ചമ്മിപ്പോയി. ആ ഒരു പ്രസ്താവനയെ നമ്മൾ കണ്ടതാണ്. അപ്പൊ എന്താണ് സുരേഷ് ഗോപിജി പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല സംസ്കാരം. കേരളത്തിൽ വരുമെന്ന് പറയുമ്പോഴേ അങ്കലാപ്പിൽ കൊണ്ട് ഉച്ചം അവതരിപ്പിക്കും. അത് അവരുടെ എന്താണ് DNA. അതങ്ങനെ അവര് ചെയ്തുകൊണ്ടേ ഇരിക്കട്ടെ. POS മെഷീനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിമാനത്തോട് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ രാജ്യസഭയിൽ ഇരുന്നുകൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ധൻ, വക്കീല് കൂടിയായ സുപ്രീം കോടതിയിലെ വക്കീൽ രാജാവ് എന്താ പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലേ, കേട്ടിട്ടില്ലേ? പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വെക്കുന്നവർ ഉടനെ തന്നെ POS എടുത്ത് വെച്ച് ഉണ്ടാക്കി കളയും. അവിടെ അത് ചാർജ് ചെയ്യാൻ മെഷീൻ ഉണ്ടോ? അവരെടുത്ത് POS മെഷീൻ ഉണ്ടോ? അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടോ? ഇന്ന് രാജ്യം എന്താണ്? ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത്? വി ഡോണ്ട് ടേക്ക് കറൻസി. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഒരു മുക്കിലും മൂലയിലും എവിടെ പോയാലും ഇപ്പോൾ QR കോഡാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് പോകാൻ വേറെ ഒരു വഴിയും വേണ്ട. നേരത്തെയൊക്കെ നമ്മൾ പൈസ കയ്യിലെടുത്ത് വെക്കാത്തതിൻ്റെ ഒരു കാരണമുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ കറൻസി എന്നൊക്കെ പറയുന്നത് നല്ലൊരു കൺസെപ്റ്റാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് നല്ലൊരു കൺസെപ്റ്റാണ്. പക്ഷേ നമ്മൾ കയ്യിൽ പൈസ എടുത്ത് വെച്ചുകൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടാതെ നമ്മൾ പേടിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്തിനാണ്? ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും അത് ഒരു സൈഡിൽ കൂടെ പോകും. എന്തുകൊണ്ടാണ് നമ്മൾ പേടിക്കുന്നത്? ഗൂഗിൾ പേയിൽ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ട്രാൻസാക്ഷൻസും ചെയ്യും. എന്നാൽ അത് ലിമിറ്റഡ് ആയിട്ടുള്ള കടകളിൽ മാത്രം QR കോഡ് ഉണ്ടായിരുന്ന സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ അത് കയ്യിലെടുത്ത് വെക്കുകയാണെങ്കിലോ ആ പേഴ്സ് എടുത്ത് വീട്ടിൽ വെച്ചിട്ട് നമുക്കങ്ങ് പോവാം. എന്തെങ്കിലും ആവശ്യം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നെടുക്കാം. അല്ലെങ്കിൽ ആവശ്യത്തിന് വേണ്ടി ഒരു 1000 രൂപ അക്കൗണ്ടിൽ ഇട്ടേക്കാം. അങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഇന്നിപ്പോൾ എന്താ അവസ്ഥ? കയ്യിലെടുത്ത് വെക്കാനും പറ്റില്ല. ഇനി അക്കൗണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ അതും പോകും, ക്രെഡിറ്റ് കാർഡിൽ അടച്ചു കഴിഞ്ഞാൽ അതും പോകും എന്നുള്ളൊരു പേടിയാണ്. മൊത്തത്തിൽ ഡിജിറ്റൽ ഇന്ത്യയായി അല്ലെങ്കിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ QR കോഡ് POS സ്വൈപ്പിംഗ് മെഷീൻസ് എല്ലാം നല്ല രീതിയിലായി എന്ന് പറയുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് വേണ്ടെടുത്ത് സ്പെൻഡ് ചെയ്താൽ പോരെ എന്ന് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഓക്കെ, അങ്ങനെ മതി. പക്ഷേ അത് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഇതൊരു ബുദ്ധിമുട്ടാണ്. ഇതില്ലാതെയും പറ്റില്ല, ഇത് ചെയ്യാതിരിക്കാനും പറ്റില്ല എന്നൊരു കണ്ടീഷനാണ്. എന്തായാലും അവിടെ നിൽക്കട്ടെ. സുരേഷ് ഗോപി KB ഗണേഷ് കുമാർ പറഞ്ഞൊരു കാര്യത്തിനെ പറ്റി സംസാരിക്കുന്നൊന്നുമില്ല. അതിന് പകരമായിട്ട് പറയുന്നത് അത് എയിംസ് വരുമെന്ന് പറഞ്ഞാൽ എയിംസ് വരും മറ്റേ മോനെ, ഉണ്ടാക്കരുത് കൂടുതൽ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നാൽ KB ഗണേഷ് കുമാർ ഓരോ വള്ളി പുള്ളി വിടാതെ ഓരോ പോയിന്റുകളായിട്ട് പറഞ്ഞ കാര്യങ്ങളെ പറ്റി പറയാൻ നമ്മുടെ ഉന്നത കുലജാതന് മറുപടിയില്ല അല്ലെങ്കിൽ ധൈര്യമില്ല.
ആ ധൈര്യമില്ലായ്മയുടെയും ആ പേടിയുടെയും ഒക്കെ ഒരു പ്രതീകമാണ് സുരേഷ് ഗോപിജി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ വിടുവായത്തരം മാത്രം പറഞ്ഞുകൊണ്ട് ഉന്നത കുലജാതൻ ഓരോ കലുങ്ക് സംവാദത്തിലും പോയി ഇരിക്കുമ്പോൾ ഓരോരുത്തരെ അവഗണിച്ച് വിടുന്നു, അവരെയെല്ലാം നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ചേർത്ത് പിടിക്കുന്നു, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് അതിനും ഒരു പേര് വരുന്നത്, ഞാൻ അങ്ങനെ അവഗണിച്ചത് കൊണ്ടാണല്ലോ ഇവർക്കൊരു വീട് കിട്ടിയത്, അല്ലെങ്കിൽ ഇവർക്കൊരു സമാധാനമായത്, അല്ലെങ്കിൽ ഒരു സമ്മാനം കിട്ടിയത്, അതുകൊണ്ട് ഞാൻ ഇനിയും എല്ലായിടത്തും കലിംഗ സംവാദവുമായിട്ട് പോകും. എന്നാലും ഉള്ളിലുള്ള ജാതീയതയും വർഗീയതയും ഒന്നും കളയില്ല. അതെപ്പോഴും ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ കൂടെ കാണും. ഈ ചാണകമിത്രങ്ങളുടെ അവരുടെ ഒരു മുതൽക്കൂട്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു കുടുംബ സ്വത്താണല്ലോ ഈ ജാതീയത, വർഗീയത, നിറ വർണ്ണ വിവേചനങ്ങൾ. ഇതൊക്കെ ഈ സംഘികളുടെ കൂട്ടത്തിലുള്ള എല്ലാ ആളുകളുടെയും ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള കലാമണ്ഡല സത്യഭാമ ലേറ്റസ്റ്റ് ഐറ്റമാണ്. അവരുടെ ഉള്ളിലും ഈ ജാതീയതയുണ്ട്, അവരും ഒരു സംഘിപുത്രിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ മരവാഴകളുള്ള ഒരു സംഘടനയാണോ സംഘപരിവാർ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരുപക്ഷെ എന്നല്ല, അങ്ങനെ തന്നെയാണ്. അപ്പൊ എന്തൊക്കെ മെഴുകാൻ വന്നാലും സുരേഷ് ഗോപിയുടെ തള്ളലൊക്കെ ഒന്ന് നിർത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിക്കുക. ഞാൻ എയിംസ് തൃശ്ശൂർ പോകുമ്പോൾ അവിടെ കൊടുക്കും, ആലപ്പുഴയിൽ പോകുമ്പോൾ ഇവിടെ കൊടുക്കുമെന്ന് പറയുന്നതല്ലാതെ ഒരു തറക്കല്ലെങ്കിലും ഇടാൻ സാധിച്ചിട്ടുണ്ടോ? പോട്ടെ, തറക്കല്ല് വേണ്ട, അതിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനം കണ്ടെത്താൻ, അല്ലെ ഒരു സ്ഥലം മേടിക്കാൻ, അല്ലെ ഒരു സ്ഥലം കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. വെറും പ്രഹസനങ്ങൾ മാത്രമാണ്, വെറും വായ്ത്താളങ്ങൾ മാത്രമാണ്. ഇതിനുള്ള ശക്തമായിട്ടുള്ള തക്കതായിട്ടുള്ള മറുപടി തന്നെയാണ് കെ പി ഗണേഷ് കുമാർ കൊടുക്കുന്നത്. അതിൽ വിരൽ പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല സുരേഷ് ഗോപിജി. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക, വെറുതെ വായ്ത്താളം വിട്ടിട്ട് കാര്യമില്ല. ഇതൊരു കഷ്ടമാണല്ലേ.